നമസ്കാരം. വിവാദമുണ്ട്, ജീവിക്കുന്നവരാണ് മലയാളികൾ. നമുക്കൊരു രാഷ്ട്രീയ വിവാദമില്ലാതെ ഒരു ദിവസം പോലും കടന്നു പോവില്ല. ഗവർണർ വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് ഗവർണറും SFI കാരും തമ്മിലുള്ള പോരാണ് ഇപ്പോഴത്തെ ഒരു ചൂട് വാർത്ത. ഈ പോരിൻ്റെ പശ്ചാത്തലം എന്താ? ആദ്യം കേരള സർവകലാശാലയിൽ സെനറ്റിലേക്ക്, സർവകലാശാലയുടെ ഏറ്റവും വലിയ ജനാധിപത്യ ബോഡിയാണ് സെനറ്റ്. സെനറ്റിൽ നിന്നാണ് സിൻഡിക്കേറ്റിലേക്ക് പോലും ആളുകളെ തിരഞ്ഞെടുത്ത് വിടുന്നത്. അപ്പോൾ സെനറ്റിലേക്ക് സർവകലാശാല പ്രഗത്ഭരായ ആളുകളുടെ ഒരു പട്ടിക കൊടുക്കുന്നു. ഈ പട്ടികയിൽ റാങ്ക് ജേതാക്കളുണ്ട്, സയൻസിലും ഹിസ്റ്ററിയിലും അടക്കമുള്ള റാങ്ക് ജേതാക്കളുണ്ട്. കായിക മത്സരത്തിൽ നാഷണൽ ലെവലിൽ പങ്കെടുത്ത അവാർഡ് ലഭിച്ച വിദ്യാർത്ഥിനിയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് സംഘപരിവാറിൻ്റെ പിണിയാളുകളെ അവിടെ തിരികെ കയറ്റുന്നു മാത്രമല്ല, അതിലെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ റിസൾട്ട് ഇനിയും വന്നിട്ടില്ലാത്തവർ, പരീക്ഷയ്ക്ക് Cയും Dയും ഗ്രേഡ് മാത്രമുള്ളവർ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മകനെ തേടി ചെന്ന അപ്പനെ വെട്ടിക്കൊന്ന ഒരു കഥ കേട്ടിട്ടുണ്ടാകും. തിരുവനന്തപുരത്ത് നടന്നത് RSSകാർ ചെയ്ത ഒരു കൊലപാതകം. ആ കൊലപാതകത്തിലെ കോടതിയാൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതിയുടെ ഭാര്യ വരെ പുതിയ സെനറ്റിൽ അംഗമാണ്. ഓർക്കണം, ബാഹ്യ ഇടപെടലിനെതിരെ കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത ഒരു മാന്യനാണ് ഇദ്ദേഹം. സർവകലാശാലയിൽ ബാഹ്യ ഇടപെടൽ നടക്കുന്നു, ചാൻസലർ എന്നുള്ള നിലയിലുള്ള എൻ്റെ അധികാരത്തിന് മേലെ പ്രോ ചാൻസലറാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി. നമ്മുടെ നിയമം അനുസരിച്ച് ആ പ്രോ ചാൻസലർ നൽകിയ ഒരു നിർദ്ദേശപ്രകാരം ആണ് രണ്ടാമത് കണ്ണൂർ സർവകലാശാലയുടെ VCക്ക് പുനർനിയമനം നൽകിയത്. അതുകൊണ്ടത് ബാഹ്യ ഇടപെടലാണ് എന്ന് പറഞ്ഞ വളരെ വിചിത്രമായ ഒരു ന്യായമാണ്. ആ ഒരു ന്യായം അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി കിട്ടി. ബാക്കി എല്ലാ തരത്തിലും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തനായ ധാരാളം പേപ്പേഴ്സുള്ള, രണ്ടാമത് തിരഞ്ഞെടുക്കപ്പെടാൻ യാതൊരു തടസ്സവുമില്ലാത്ത ഒരാളെ ഈ ബാഹ്യ ഇടപെടലുണ്ടായി എന്നുള്ളതുകൊണ്ട് മാത്രം തുടരാൻ അർഹനല്ല എന്നൊരു വിധി വാങ്ങിക്കൊണ്ട് മാറ്റി നിർത്തിയ ഒരു പശ്ചാത്തലം നിൽക്കെയാണ് സർവകലാശാല ഒരു പട്ടിക കൊടുത്തിട്ട് പോലും ആ പട്ടികയെ മാറ്റി നിർത്തിക്കൊണ്ട് ബാഹ്യ ഇടപെടലിലൂടെ അല്ലാതെ ഇത്തരമൊരു ലിസ്റ്റ് ഏതായാലും ഗവർണർക്ക് കിട്ടില്ലല്ലോ. ഉത്തരപ്രദേശത്ത് നിന്ന് വന്ന ഒരാൾക്ക് കേരളത്തിലെ ABVPയുടെ ഇന്ന കോളേജിലെ യൂണിറ്റ് ഭാരവാഹി ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ അത്തരം യൂണിറ്റ് ഭാരവാഹികളെ അടക്കം തിരികെ വെച്ചുകൊണ്ട് ഒരു നോമിനേഷൻ നടത്തിയത്. ഈ നോമിനേഷനെതിരെ KSUO MSFO ഇപ്പോൾ ബഹളം വെക്കുന്നില്ല. കാര്യം എന്താ? കോഴിക്കോട് സർവകലാശാലയിലും ഇതേപോലെ ഒരു ലിസ്റ്റ് ഗവർണർ വെച്ചു, അംഗീകരിച്ചു. അക്കൂട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വേണ്ടപ്പെട്ടവരുണ്ട്, അല്ലെങ്കിൽ KSUവിൻ്റെയും ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ MSFൻ്റെയും വേണ്ടപ്പെട്ടവരുണ്ട്. ഇങ്ങനെ അവരെ നിശബ്ദരാക്കിക്കൊണ്ട് ഇതേപോലെ സർക്കാർ നടത്തിക്കൊണ്ടിരുന്നത് കമ്മിവൽക്കരണമാണ് എന്നുള്ള പ്രചാരണവും നടത്തിക്കൊണ്ട് ഒരു വലിയ തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കുന്നു എന്ന ഭാവന ഗവർണർ നിൽക്കുകയാണ്. ഇത് അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഓരോന്നോരോന്നായി പിടിച്ചെടുക്കാനുള്ള സംഘപരിവാർ നീക്കത്തിൻ്റെ ഭാഗമാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് ഇതിനെതിരെ SFI പ്രതിഷേധിക്കുന്നു. ഈ പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് 2 വർഷം പഴകിയ ഒരു വാർത്ത മീഡിയ വൺ പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്ത. അതിൻ്റെ കാർഡ് ഇപ്പോൾ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. ആ കാർഡ് ഇങ്ങനെയാണ് പറയുന്നത്: ഗോൾവാക്കറുടെ പുസ്തകം സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തി കണ്ണൂർ സർവകലാശാല. ഗോൾവാക്കറുടെ ബഞ്ച് ഓഫ് തോട്ട്സ്, വി അവർ നേഷൻഹുഡ് ഡിഫൈൻഡ്, അതുപോലെ ഹൂ ഈസ് എ ഹിന്ദു എന്ന VD സവർക്കറുടെ പുസ്തകം, മധോക്കറുടെ ഇന്ത്യനൈസേഷൻ, വൈ വെൻ വാട്ട് എന്ന തലക്കെട്ടുള്ള ഒരു പുസ്തകം. ഇത്തരം പുസ്തകങ്ങൾ, 4-5 പുസ്തകങ്ങൾ സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തി എന്ന വാദത്തോടെയായിരുന്നു അന്ന് മീഡിയ വൺ ഒരു കാർഡ് വിട്ടതും വാർത്ത വന്നതും വലിയ ചർച്ചയായതുമൊക്കെ. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിരുന്നത്? സർവകലാശാലയിലെ രാഷ്ട്രമീമാംസാ വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തര ബിരുദ തലത്തിലുള്ള PG തലത്തിലുള്ള രാഷ്ട്രമീമാംസ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സിലബസിൻ്റെ ഭാഗമായിട്ട് അവരുടെ എക്സ്ട്രാ റീഡിങ്ങിനുള്ള പട്ടികയിൽ അവർ ഹിന്ദുത്വത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഹിന്ദുത്വത്തെക്കുറിച്ച് സിലബസിലുണ്ട് ഓഫ് കോഴ്സ്.
ഹിന്ദുത്വത്തെക്കുറിച്ച് പഠിക്കുന്നവർ ഹിന്ദുത്വ ആചാര്യന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഈ സവർക്കർ മുതൽ ഉള്ള ആൾക്കാരുടെ സവർക്കറുടെ, ഗോൾവാക്കറുടെ, മാതാക്കറുടെ ഒക്കെ പുസ്തകമല്ലാതെ പിന്നെ ഈ എന്താ 5 രൂപയ്ക്ക് തെരുവിൽ മേടിക്കാൻ കിട്ടുന്ന കൊച്ചു പുസ്തകം ആണോ ഇപ്പോൾ കിട്ടില്ല, പഴയ കാലത്ത് കിട്ടുന്ന, അല്ലെങ്കിൽ എഞ്ചോടി പുസ്തകം വാങ്ങിച്ചാണോ അവർ പഠിക്കേണ്ടത്? അല്ല. എന്ത് ആശയത്തെക്കുറിച്ചാണോ പഠിക്കുന്നത് ആ ആശയത്തിന് എതിരായ അഭിപ്രായം രൂപീകരിക്കണമെങ്കിലും അനുകൂലമായ അഭിപ്രായം രൂപീകരിക്കണമെങ്കിലും എന്താണ് ആ ആശയം എന്ന് പഠിക്കണം. നമുക്ക് നമ്മുടെ അറിവിൻ്റെ പദ്ധതിയിലെ ഒരു പ്രധാനപ്പെട്ട പാളിച്ച എന്താ ഇന്ത്യയുടെ? നമുക്കറിയാം, നമുക്ക് ലോകായതം, ചാർവാകം തുടങ്ങിയ ദർശനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഈ ദർശനങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ഇതിനെതിരായി ശങ്കരാചാര്യരും മറ്റും രചിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരടക്കമുള്ള ആളുകൾ രചിച്ച ഖണ്ഡനങ്ങളിലൂടെയാണ്. അല്ലാതെ ഒറിജിനൽ ടെക്സ്റ്റ് ഇല്ല. ഒറിജിനൽ ടെക്സ്റ്റ് നശിപ്പിച്ചു, പരിപൂർണമായിട്ട് നശിപ്പിച്ചു ഈ ഖണ്ഡനങ്ങളിലൂടെ. അപ്പോൾ നമ്മൾ അറിയുന്ന ചാർവാകം, അറിയുന്ന ലോകായതം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അവരെ പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്ന സംഭവങ്ങൾ തന്നെയാണോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ഇൻ്റർപ്രിട്ടേഷനിലൂടെ അതാണെന്ന് ധരിക്കുക. ഈ തരത്തിൽ ഇൻ്റർപ്രിട്ടേഷനിലൂടെ വേണോ ഹിന്ദുത്വ പദ്ധതികൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കാൻ? അതോ ഫ്രം ദി ലയൺസ് മൗത്ത്, അല്ലെങ്കിൽ ഫ്രം ദി ഹോഴ്സസ് മൗത്ത് എന്നൊക്കെ പറയും അല്ലേ, മറ്റേ അശ്വമുഖത്ത് നിന്ന് കേൾക്കണം എന്ന് പറയും നമ്മൾ മലയാളത്തിൽ അല്ലേ. അവർ പറയുന്നത് എന്താണെന്ന് അവരുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണ്ടേ? അവരുടെ ചിന്തകൾ എന്താണ്, അവരുടെ ആശയങ്ങൾ എന്താണ്? ഇത് പഠിച്ചുകൊണ്ടല്ലാതെ നമുക്കതിനെ എതിർക്കാൻ പറ്റുമെന്നാണോ കരുതുന്നത്? ഞാൻ 1996 ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് 93-98 കാലയളവിലാണ് കോളേജിൽ പഠിച്ചത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ കോളേജ് മാഗസിനിൽ 2 പുസ്തകങ്ങൾ താരതമ്യം ചെയ്ത് ഞാനൊരു ലേഖനം എഴുതിയിരുന്നു. ഞാൻ എൻ്റെ എഴുത്തിനെക്കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞതല്ല, സാന്ദർഭികവശാൽ പറയുന്നു എന്ന് മാത്രം. ഈ 2 പുസ്തകങ്ങൾ, ഒന്ന് വിചാരധാര, ഒന്ന് മെയിൻ കാഫ് എന്ന് പറയുന്നത് അറിയാം, നിങ്ങൾ പലർക്കും അറിയാം, ഹിറ്റ്ലറുടെ ആത്മകഥയാണ്. ഈ ഹിറ്റ്ലറുടെ ആത്മകഥയും മറ്റേ വിചാരധാരയും താരതമ്യം ചെയ്തെന്ന് എഴുതി. ഹെഡ്ഗവാറിൻ്റെ വിചാരധാരയും താരതമ്യം ചെയ്ത് അന്ന് എഴുതാൻ സാധിച്ചത് ഈ 2 പുസ്തകങ്ങൾ വന്ന് എനിക്ക് കൈവശമുണ്ടായിരുന്നതുകൊണ്ട്, എനിക്കത് വായിക്കാൻ സാധിച്ചുകൊണ്ട് മാത്രമാണ്. ഒരു രാഷ്ട്രമീമാംസ വിദ്യാർത്ഥി നിശ്ചയമായും ചെയ്യേണ്ട ഒരു കർമ്മമാണ് അത് ഇപ്പോൾ നമ്മൾ എതിർക്കാനാണെങ്കിലും അനുകൂലിക്കാനാണെങ്കിലും ഒരു പൊളിറ്റിക്കൽ തോട്ട് എന്നുള്ള നിലയിൽ അതൊരു വാലിഡ് ആയിട്ടുള്ള തോട്ടാണ്. വാലിഡിറ്റി, അതായത് അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് നല്ലതോ തീയതോ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ, അതായത് അത്തരമൊരു പരിഗണനയിലേക്കല്ല കിടക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ തോട്ട് എന്നുള്ള നിലയിൽ അതിവിടെ ഉണ്ട്. ആ പൊളിറ്റിക്കൽ തോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ഭരണകൂടം നമുക്ക് നിലവിലുണ്ട്. നമ്മുടെ യാഥാർത്ഥ്യം 2 ടേമായിട്ട് അവർ ഭരിക്കുക ഇന്ത്യയെ, പല സംസ്ഥാനങ്ങളും, എന്തൊക്കെ കാരണം കൊണ്ടാണെങ്കിലും. ഇത്തരമൊരു സംവിധാനത്തെ അക്കാദമികമായി പഠിക്കണമെങ്കിൽ 5 വടി പുസ്തകം വായിച്ചാൽ പറ്റുമോ സാറന്മാരെ? മിനിമം അക്കാര്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ഈ പ്രചാരണവുമായിട്ട് വരാൻ താല്പര്യപ്പെടുന്നു. നന്ദി.